കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കൽ വെച്ച് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുന്നത്. ജോലി ലഭിക്കാത്തതിലുള്ള മനോവിഷമവും കുടുംബ പ്രശ്നങ്ങളുമൊക്കെയാണ് ഷൈനിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഷൈനിയുടെ ഭർത്താവായ നോബിയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് നോബിക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഷൈനി മരണപ്പെടുന്നതിന്റെ തലേ ദിവസം നോബി ഷൈനിയുടെ മൊബൈലിലേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു. എന്നാൽ നോബിയുടെ ഫോണിലെ സന്ദേശങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ്. മരണശേഷം ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ വേണ്ടി മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതും നോബി തന്നെയാണ്. ഇപ്പോഴിതാ സംഭവവുമായി ബന്ധപ്പെട്ട ഷൈനിയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. ആ സന്ദേശം ഇങ്ങനെയാണ്. എടി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടി, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാൽ വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലേക്ക് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാട് വല്ലതും ഒരു വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മെസ്സേജസ് ഒക്കെ ഇടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചിലവെല്ലാം വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? അതിപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്നാന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും ഒക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇരുന്ന് ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ അയക്കുക കാണും. എന്താ ചെയ്താന്ന് അറിയത്തില്ല. അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മരണപ്പെടുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ഷൈനി തന്റെ ഉറ്റ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണിത്. ഈ സന്ദേശത്തിൽ നിന്ന് തന്നെ ഷൈനി എത്രത്തോളം മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നുവെന്നത് വ്യക്തമാണ്. വിവാഹമോചനവുമായി ഭർത്താവ് സഹകരിക്കുന്നില്ല എന്ന തരത്തിലാണ് ഷൈനി ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയാണ്. നിലവിലിപ്പോൾ കേസിൽ നോബി മാത്രമാണ് പ്രതി. കുടുംബത്തിലെ മറ്റ് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയുമാണ്. 9 മാസങ്ങൾക്ക് മുൻപാണ് ഷൈനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. തൊടുപുഴയിലായിരുന്ന സമയത്ത് നോബി ഷൈനിയെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുള്ളത്. ജൂൺ 9 നോബി ഷൈനിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. തുടർന്ന് ഷൈനിയെയും പെൺകുട്ടികളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിടുകയായിരുന്നുവെന്നാണ് ഷൈനിയുടെ പിതാവ് പറയുന്നത്. തുടർന്ന് ഷൈനിയും മക്കളും റോഡിൽ നിൽക്കുന്നത് കണ്ട് അയൽവാസികളാണ് ഷൈനിയുടെ പിതാവിനെ വിളിച്ച് വിവരമറിയിക്കുന്നത്. ശേഷം പിതാവ് വണ്ടിയും എടുത്തുപോയി റോഡിൽ നിന്ന മകളെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. നോബി തലേ ദിവസം ഷൈനിക്ക് അയച്ച മെസ്സേജിൽ പ്രകോപനകരമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലവിൽ വാട്സാപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണെങ്കിലും അത് റിക്കവർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. ഇതുകൂടാതെ ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും. ഇതിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം.